ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹോശന്ന എന്ന പദത്തിന് ഇപ്പോൾ രക്ഷിക്ക എന്നാണ് അർത്ഥം. യേശു തമ്പുരാൻ്റെ അത്ഭുത പ്രവൃത്തികളും പഠിപ്പിക്കലുകളും ശ്രദ്ധിച്ച ഒരു കൂട്ടം യഹൂദർ യേശു തമ്പുരാനെ വരുവാനുള്ള മശീഹയായി കാണുന്നു. ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ജനം യേശു തമ്പുരാൻ്റെ യെരുശലേം ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ അവനെ അനുഗമിക്കുന്നു. തിരുവെഴുത്തിൽ പറയുന്നത് പോലെ ക്രൂശ് മരണത്തിന് മുമ്പുള്ള യേശു തമ്പുരാൻ്റെ ഈ യാത്ര മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് താൻ അവതരിച്ചതെന്ന് പ്രഖ്യാപിക്കുന്നു. യേശു തമ്പുരാൻ കഴുതയുടെ മേൽ കയറിയപ്പോൾ അതിന് മാനവും പദവിയും ലഭിക്കുന്നു. അവൻ അതിന്മേൽ കയറിയിരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. യേശു തമ്പുരാൻ നമ്മിൽ പ്രവേശിക്കുമ്പോൾ നാം മാന്യതയും പദവിയും ഉള്ളവരായി മാറ്റപ്പെടുന്നു. സമ്പൂർണമായി യേശു ക്രിസ്തുവിന് നാം വിധേയപ്പെടുമ്പോൾ ലഭിക്കുന്ന മാനവും പദവിയും വെളിപ്പെടുത്തുന്ന ഈ ഭാഗം സമർപ്പണത്തിനായുള്ള ആഹ്വാനം നമുക്ക് നൽകുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്തൃ സാന്നിധ്യം പരിവർത്തനമുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് സ്വയം വിശകലനം നടത്താൻ ദൈവമേ അടിയങ്ങളെ പഠിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, തെരുവിന് വെളിയിൽ മരണത്തിന് വിധിക്കപ്പെട്ട ആ കഴുതക്കുട്ടിയെ അവിടുന്ന് വാഹനമാക്കി മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കിയ കർത്താവേ, ബലഹീനരായ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു. അങ്ങയ്ക്ക് സഞ്ചരിക്കുവാനുതകുന്ന വാഹനമാക്കി ബലഹീനരായ ഞങ്ങളെ വിശുദ്ധീകരിക്കുമാറാകണമേ. ആമീൻ.